പ്രേക്ഷകർ ഇന്നലെ ആ സുഭദ്രയുടെ കൊലപാതകം അതെങ്ങനെ സംഭവിച്ചതാണ് എന്ന് ഒരു സംശയം ചിലർക്കുണ്ടായിരുന്നു. വളരെ സംശയകരമായ സാഹചര്യത്തിലാണ്. ഒരുപക്ഷെ ഇനി പോലീസിന് കുറച്ചുകൂടി എളുപ്പം അവിടേക്ക് എത്താൻ സാധിക്കും. ഒരു വീട്ടിലേക്ക് ഒരു വീട്ടമ്മ വല്ലപ്പോഴുമൊക്കെ അതിഥിയായി എത്തുക, സന്ദർശനം നടത്തുക. ആ വീട്ടമ്മയുമായി, ശർമിള എന്ന വീട്ടമ്മയുമായി സുഭദ്രയ്ക്കൊരു ബന്ധമുണ്ടാവുക. പിന്നീടൊരു സുപ്രഭാതത്തിൽ സുഭദ്രയെ കാണാതാവുക. ശർമിളയുടെ വീടിൻ്റെ പുരയിടത്തിൽ നിന്ന് ഈ സുഭദ്രയുടെ മൃതദേഹം കണ്ടെത്തുക. അവിടെ മൃതശരീരത്തിൽ സ്വർണ്ണങ്ങളില്ല എന്ന് തിരിച്ചറിയുക. കൊലപാതകമാണ് എന്ന് നമ്മൾ ഉറപ്പിക്കുക. ഇതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കൊച്ചി കടവന്ത്രയിലെ സുഭദ്രയുടെ കൊലപാതകം ആസൂത്രിതമാണെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ്. പ്രതികൾക്കായി, അതായത് ഈ ശർമിളയ്ക്കും ശർമിളയുടെ ഭർത്താവ് മാത്യൂസിനുമായി ഉടുപ്പിയിലും ആലപ്പുഴയിലും വ്യാപക പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. സുഭദ്രയും ശർമിളയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. പക്ഷേ ശർമിളയും ഈ സുഭദ്രയും തമ്മിൽ ഒരു ബന്ധവുമില്ല കേട്ടോ, സുഹൃത്ത് ബന്ധമല്ലാതെ. അതേസമയം ശർമിള തന്നെയും ഉപദ്രവിച്ചിട്ടുണ്ടെന്നും വിവാഹശേഷമാണ് ശർമിള ഒരു ഗജ ഫ്രോഡാണെന്ന് ബോധ്യപ്പെട്ടതെന്നും മാത്യൂസിൻ്റെ അച്ഛൻ, അതായത് ശർമിളയ്ക്കൊപ്പം പോയിരിക്കുന്ന ശർമിളയുടെ ഭർത്താവിൻ്റെ അച്ഛൻ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. നമുക്ക് ആ പ്രതികരണം ഒന്ന് ആദ്യം കേട്ടുവരാം. അമ്മയില്ലാത്തൊരു കൊച്ചിനെ ഒന്ന് സംരക്ഷിക്കുക എന്ന് മാത്രമേ ഞങ്ങളുടെ മനസ്സിൽ അപ്പം ചിന്തിച്ചുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കല്യാണം ആലോചിച്ച് ഇങ്ങനെ കല്യാണം നടത്തിയത്. ഹോസ്റ്റലിൽ നിന്ന പെണ്ണായിരുന്നു. അവന് താല്പര്യമൊന്നും ഇല്ലാഞ്ഞ്, അവൻ സ്നേഹിച്ചതൊന്നും ഇല്ലാഞ്ഞ്. അവളെപ്പോഴും മദ്യമില്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി. ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവൾ ഫ്രോഡാണെന്നുള്ളത്. ഈ മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവൾ ഭയങ്കര വികൃതയാണ്. എന്നെ ഫാനൊക്കെ എടുത്ത് അടിച്ചിട്ടുണ്ട്, ഈ ടേബിൾ ഫാൻ. ഇവളുടെ മുൻകാല ചരിത്രങ്ങൾ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. നമുക്കൊപ്പം അല്ലമീൻ ചേരുന്നുണ്ട്. അല്ലമീൻ, മാത്യൂസിൻ്റെ അച്ഛനുമായി സംസാരിച്ചതിൽ നിന്ന് അല്ലമീൻ എന്താണ് ബോധ്യമായത്? ഇത് സുഭദ്രയെ കൊന്നത് ശർമിളയാണെന്ന് ഉറപ്പിക്കാറായിട്ടുണ്ടോ? നിലവിലുള്ള തെളിവുകളുടെ സാഹചര്യത്തിൽ പോലീസിന്റെ നിഗമനം എന്താണ്? മാത്യൂസിന് ഇതിൽ എന്താണ് പങ്ക്? മാത്യൂസിന് പങ്കില്ലെങ്കിൽ ശർമിളയ്ക്കൊപ്പം മാത്യൂസ് പോയത് എന്തിനാണ്? സ്വർണ്ണാഭരണങ്ങൾ കവരാൻ വേണ്ടി മാത്രമാണോ ഈ ശർമിള ഈ സുഭദ്രയെ കൊന്നിട്ടുണ്ടാവുക? കൊന്നിട്ടുണ്ടെങ്കിൽ എന്താണ് പോലീസിന്റെ നിഗമനം? അല്ലമീൻ. അരുൺ, ഇക്കാര്യത്തിൽ ഇപ്പോഴും ദുരൂഹതകൾ തുടരുകയാണ്. അതിനൊരു വ്യക്തത പോലീസിനുൾപ്പെടെ ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ പ്രാഥമിക നിഗമനം സ്വർണം കവർന്നിട്ടുണ്ട്, സുഭദ്രയുടെ സ്വർണം കവർന്നിട്ടുണ്ട്. അതിനുവേണ്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണോ എന്ന കാര്യത്തിലടക്കം ഇനിയും ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. സുഭദ്രയുടെ സ്വർണം അത് ആലപ്പുഴയിലും ഉടുപ്പിയിലും പണയം വയ്ക്കുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിൽ പണയം വയ്ക്കുന്നു, ഉടുപ്പിയിൽ ഒരു ജ്വല്ലറിയിൽ ഇത് വിറ്റു എന്നുള്ളതാണ് പോലീസിന് ലഭിക്കുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടുപ്പിയിൽ ഉൾപ്പെടെ വ്യാപക പരിശോധന തിരച്ചിൽ ഇവർക്ക് വേണ്ടി നടത്തുന്നുണ്ട്. പോലീസ് പറയുന്നത് കൊലപാതകം ഒന്നുകിൽ ഈ സ്വർണം കവരുന്നതിന് വേണ്ടി ആസൂത്രിതമായി നടത്തിയ കൊലപാതകമായിരിക്കാം. ഇനി അതല്ല എങ്കിൽ ഈ സുഭദ്ര ഇടയ്ക്കിടെ ഇവിടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. ഈ പറയുന്ന ശർമിളയ്ക്കൊപ്പം മാത്യൂസിനൊപ്പം നിൽക്കാറുണ്ടായിരുന്നു. ഈ ശർമിളയും മാത്യൂസും അവർക്ക് മദ്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. നാട്ടുകാരത് പറയുന്നു, മാത്യൂസിൻ്റെ അച്ഛനും അമ്മയും അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. മാത്യൂസും മദ്യപിക്കാറുണ്ട്, പക്ഷേ ശർമിള വല്ലാത്ത മദ്യപാനിയാണ്. മദ്യമില്ലാതെ ഒരു നിമിഷം മുന്നോട്ട് പോകാനാകാത്ത അവസ്ഥയാണ്. മദ്യപിച്ച് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ പരസ്പരം ഭയങ്കര തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയും പതിവാണ് എന്ന് നാട്ടുകാർ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നുണ്ട്. മുമ്പൊരിക്കൽ അങ്ങനെ മദ്യപിച്ച് ലക്കുകെട്ട് ശർമിള ഈ മാത്യൂസിന്റെ കൈഞ്ഞരമ്പ് മുറിച്ചു എന്ന് അച്ഛൻ പറയുന്നു. പിന്നീട് കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശർമിള മുതിർന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അരുൺ, ഒരുപക്ഷെ ഈ സുഭദ്ര ഇവർക്കൊപ്പം താമസിക്കുന്ന സാഹചര്യത്തിൽ ഇവർ മദ്യപിച്ച് ബഹളമുണ്ടാക്കുകയോ അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും തർക്കത്തിൽ ഏർപ്പെടുകയോ അങ്ങനെ ഒരു കയ്യബദ്ധം സംഭവിച്ചതാണോ എന്നൊരു സംശയം കൂടിയുണ്ട്. പക്ഷെ അതിലൊക്കെ സംശയങ്ങളാണ്. അതിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്, ഇനിയും ആ ദുരൂഹതകൾ അഴിയേണ്ടതുണ്ട്. ഏതായാലും ഈ ശർമിളയും അതുപോലെ തന്നെ മാത്യൂസിനെയും കിട്ടിയാൽ മാത്രമേ പോലീസിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തുമ്പ് ലഭിക്കുകയുള്ളൂ. കൊലപാതകമാണോ, ഒരു കയ്യബദ്ധം സംഭവിച്ചതാണോ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവിചാരിതമായി പറ്റിയ ഒരു കയ്യബദ്ധത്തിൽ സുഭദ്ര കൊല്ലപ്പെട്ടതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ. അതോടൊപ്പം ഇന്നിപ്പോൾ സുഭദ്രയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുന്നുണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജിൽ. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ വ്യക്തമാകും ഏതു തരത്തിലാണ് സുഭദ്ര മരിച്ചത്, കൊല്ലപ്പെട്ടതാണെങ്കിൽ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ലഭിക്കും. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിക്കുമ്പോൾ ഒരു പക്ഷേ എന്താണ് കാര്യം സംഭവിച്ചതെന്നുള്ള സംബന്ധിച്ചൊരു ഏകദേശ ചിത്രം വ്യക്തമാകും. പിന്നീട് ഇവരെ കൂടി പിടികൂടിയാൽ മാത്രമായിരിക്കും കൂടുതൽ വ്യക്തത ലഭിക്കുകയുള്ളൂ. ഏതായാലും അവർ കേരളം വിട്ടിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഇന്നലെ പോലീസ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് പോലീസ് വിശ്വസിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ആലപ്പുഴ കേന്ദ്രീകരിച്ച് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ കൂടുതലും പരിശോധന കേന്ദ്രീകരിച്ചിരിക്കുന്നത്, വ്യാപിപ്പിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലും കർണാടകയിലും ഉടുപ്പിയിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ്. കേരളത്തിൽ കൊടുക്കാം, കാരണം അത് നന്നായി തന്നെ കൊടുക്കാം. കണ്ട് ഇവർ തിരിച്ചറിയട്ടെ. ഇതാണ് മാത്യൂസ്. ഈ മാത്യൂസും ശർമിളയും തമ്മിൽ അവർ പ്രണയവിവാഹമായിരുന്നു.
പ്രണയവിവാഹമല്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മാത്യൂസിൻ്റെ അച്ഛൻ പറയുന്നത്. മാത്യൂസിൻ്റെ രണ്ടാമത്തെ വിവാഹമായിരുന്നു ഷർമിളയുമായിട്ടുണ്ടായിരുന്നത്. ഷർമിള നേരത്തെ ഇവിടെ ഒരു ഹോസ്റ്റലിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഉണ്ടായ ഒരു പരിചയമാണ്. എന്ന് മാത്രമല്ല ഷർമിളയ്ക്ക് മാതാപിതാക്കളില്ല, നല്ല സ്വഭാവമാണെന്ന് പലരും പറഞ്ഞു കേൾക്കുകയും ചെയ്തു. മാത്യൂസ് രണ്ടാമതൊരു വിവാഹത്തിന് തയ്യാറെടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നൊരു ബന്ധം അത് കുടുംബം നടത്തി കൊടുക്കുകയായിരുന്നു. പക്ഷേ മാത്യൂസിന് ഈ വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു എന്നുള്ളതാണ് മാത്യൂസിൻ്റെ അച്ഛൻ ക്ലീറ്റസ് പറയുന്നത്. എന്ന് മാത്രമല്ല അരുൺ, ഈ വിവാഹഘട്ടത്തിൽ അതിൻ്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് സുഭദ്രയായിരുന്നു എന്നുകൂടി പറയുന്നുണ്ട് മാത്യൂസിൻ്റെ അച്ഛൻ ക്ലീറ്റസ്. സുഭദ്ര മുന്നിൽ നിന്നുകൊണ്ടാണ് ഈ വിവാഹം നടത്തി കൊടുത്തത്. അന്ന് സുഭദ്ര തൻ്റെ ആൻറ്റി എന്നായിരുന്നു ഷർമിള പരിചയപ്പെടുത്തുകയും ചെയ്തിരുന്നത്. ഷർമിളയെക്കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു അന്ന് സുഭദ്ര പറഞ്ഞത്. സുഭദ്ര വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല സുഭദ്ര ഈ ഷർമിളയെ സംബന്ധിച്ച് നല്ല വാക്കുകൾ പറയുകയും ചെയ്തു. അങ്ങനെയൊക്കെയാണ് ആ വിവാഹം നടത്തിയത്. വിവാഹത്തിന് ശേഷം ഈ ഷർമിള പറഞ്ഞത് തനിക്ക് മംഗലാപുരത്തും ഉടുപ്പിയിലും ഏക്കർ കണക്കിന് വസ്തുവുണ്ട്, ഒരുപാട് സ്വർണ്ണമുണ്ട്, ഒരുപാട് സ്വത്തുണ്ടെന്നൊക്കെ ഇവരെ പറഞ്ഞു ധരിപ്പിച്ചു. പശ്ചാത്തലം എങ്ങനെയാ? മാത്യൂസ് 7ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്തെന്തോ മാലമോഷണ കേസിലെ പ്രതിയാണെന്ന തരത്തിൽ ചില സൂചനകൾ ഉണ്ടായിരുന്നു. അങ്ങനെ അത് സ്ഥിരീകരിക്കാൻ പറ്റുമോ ഇപ്പോൾ? അതും പോലീസ് നൽകുന്ന ഒരു വിവരമാണ്. ഒരു വഴിയാത്രക്കാരുടെ മാല പൊട്ടിച്ചതിൻ്റെ പേരിൽ മാത്യൂസിൻ്റെ പേരിൽ കേസുണ്ട്. എന്ന് മാത്രമല്ല മാത്യൂസിൻ്റെ ആദ്യ വിവാഹം അത് ഡിവോഴ്സ് ആയിട്ടുണ്ട്. അതിന് കാരണമായി കുടുംബം പറയുന്നത് മാത്യൂസിൻ്റെ മദ്യപാനം തന്നെയാണ്. മാത്യൂസ് മദ്യപിച്ച് ആദ്യ ഭാര്യയെ ഉപദ്രവിക്കുന്നു, ആദ്യ ഭാര്യയുടെ അച്ഛനെ ഉപദ്രവിക്കുന്നു. അങ്ങനെയുള്ളൊരു പശ്ചാത്തലം മാത്യൂസിനുമുണ്ട്. ഇത് രണ്ടും കൂടിച്ചേർന്ന് വന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ മാത്യൂസിൻ്റെ പശ്ചാത്തലം മറ്റ് കേസുകളോ ക്രിമിനൽ പശ്ചാത്തലമോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും മദ്യപിച്ച് ബഹളം നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. മാത്യൂസിന്റെയും ഷർമിളയുടെയും പരിചയക്കാരിയായിരുന്നു സുഭദ്ര. ഈ സുഭദ്ര ഷർമിളയുമായിട്ടാണ് ബന്ധമുണ്ടായിരുന്നത്. സുഭദ്രയാണ് ഈ കല്യാണത്തിന് ഇടനില നിൽക്കുന്നതും. അപ്പോൾ ആ സുഭദ്ര ആ കുടുംബത്തിലെ മിക്കവാറും സന്ദർശകയായിരിക്കുമല്ലോ. ഈ ഷർമിളയും സുഭദ്രയും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. ഷർമിള മദ്യപാനത്തിന് അഡിക്റ്റ് ആയിരുന്നു, ഭർത്താവ് മാത്യൂസും അതുപോലെ തന്നെ. ഈ കുഴിയെടുത്തത് ആരാണ്? കുഴിയെടുക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തത് ആരാണ്? അങ്ങനെ എന്തെങ്കിലും സൂചന കിട്ടുന്നുണ്ടോ? ഈ മാത്യൂസ് കൽപ്പണിക്കും മേസ്ത്രി പണിക്കൊക്കെ പോകുന്ന ആളാണ് മാത്യൂസ്. പിന്നെ ഈ കടൽ ജോലിക്ക് മത്സ്യബന്ധനത്തിനൊക്കെ പോവുകയും ചെയ്യും. ഇതിനിടയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ ഷർമിള മദ്യപിച്ച് ലക്കുകെട്ട് ഒരിക്കൽ മാത്യൂസിൻ്റെ കൈനരമ്പ് മുറിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കൈക്ക് നല്ല പരിക്ക് പറ്റുകയും ദിവസങ്ങളോളം ചികിത്സയിലും റെസ്റ്റിലുമൊക്കെ ആയിരുന്നു, വിശ്രമത്തിലൊക്കെ ആയിരുന്നു. അന്ന് പണിക്ക് പോകുന്നില്ലായിരുന്നു ഈ മാത്യൂസ്. അപ്പോൾ ഈ മാത്യൂസ് തന്നോടൊപ്പം പണിക്ക് പോകുമായിരുന്ന ഈ വീടിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള ജോയ് എന്ന് പറയുന്ന, റെയ്നോഡ് എന്നാണ് പേര്, ജോയ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ നമ്മൾ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഈ റെയ്നോഡിനോട് മാത്യു തന്നെ പറയുന്നു, വീട്ടിൽ ഈ പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും അവശിഷ്ടമൊക്കെ നിക്ഷേപിക്കുന്നതിന് ഒരു കുഴിയെടുക്കണമെന്ന് ഈ മാത്യൂസ് ആവശ്യപ്പെട്ടു. കാരണം തനിക്ക് കുഴിയെടുക്കാൻ പറ്റില്ല, കൈക്ക് പരിക്കുണ്ട്, മുറിവുണ്ട്, അപ്പോൾ തനിക്ക് സ്വന്തമായി കുഴിയെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാണ് ഈ സുഹൃത്തിനോട്, മേസ്ത്രി കൂടിയായ സുഹൃത്തിനോട്, സഹപ്രവർത്തകനോട് ഈ പറഞ്ഞതുപോലെ വീട്ടിലേക്ക് കുഴിയെടുപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം കുഴിയെടുക്കുന്നത്. അതൊരു 3 അടി നീളത്തിൽ അത്യാവശ്യം വീതിയും ആഴവും ഒക്കെ വേണമെന്ന് പറഞ്ഞ് കുഴിയെടുക്കുന്നു. ആദ്യം എടുത്ത കുഴിക്ക് ആഴം പോരാ എന്ന് പറഞ്ഞ് വീണ്ടും കുഴിയെടുപ്പിച്ചു എന്നുള്ളതാണ് ഈ മേസ്ത്രി ഇദ്ദേഹത്തിന് നമ്മുടെ പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴിയിൽ അങ്ങനെയാണ് പറയുന്നത്. എന്ന് മാത്രമല്ല ഇത്തരത്തിൽ ഈ കുഴിയെടുക്കാൻ വരുമ്പോൾ, ആ വീട്ടിൽ കുഴിയെടുക്കാൻ വരുമ്പോൾ അന്ന് അവിടെ സുഭദ്രയെ കണ്ടിരുന്നു എന്ന മൊഴി കൂടി ഈ മേസ്തിരി പോലീസിന് നൽകി എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. പോലീസ് അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ സുഭദ്ര കൊല്ലപ്പെടുന്നതിന് മുൻപ് തന്നെ അവിടെ കുഴിയെടുത്തിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് ഉയർന്നു വരുന്ന 2 സംശയങ്ങളുണ്ടായിരുന്നു. ഒന്നുകിൽ ഈ കൊലപാതകം ആസൂത്രണം ചെയ്ത് മുൻപേ തന്നെ അവിടെ കുഴിയെടുത്തു എന്ന് നമ്മൾ അനുമാനിക്കണം. ഇനി അതല്ല എങ്കിൽ ഇവർ പറഞ്ഞതുപോലെ മാലിന്യം നിക്ഷേപിക്കാനോ വേസ്റ്റ് കുഴിച്ചിടാനോ ഒരു കുഴിയെടുക്കുന്നു, പിന്നീട് ഒരു അപകടം സംഭവിക്കുമ്പോൾ ആ കുഴിയിൽ കുഴിച്ചു മൂടുന്നു എന്ന രീതിയിലും സംശയിക്കേണ്ടി വരും. ഇതിലൊക്കെ ഒരു വ്യക്തത വേണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരെ 2 പേരും പിടിയിലാകേണ്ടതുണ്ട്. അവരിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. ശരിയാണ്. ആദ്യം വെട്ടിയ കുഴിക്ക് ആഴം പോരാ എന്ന് മാത്യൂസ് പറഞ്ഞ് കുഴിയുടെ ആഴം കൂട്ടണമെങ്കിൽ അത് കേവലം ചവറിടാൻ വേണ്ടി മാത്രമാകണം എന്നില്ല. അപ്പോൾ ആസൂത്രിതമായൊരു കൊലപാതകം എന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ നിൽക്കുന്നത്. മാത്യൂസിന്റെയും ഷർമിളയുടെയും ചിത്രങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. ഉടുപ്പിയിലേക്ക് കടന്നിട്ടുണ്ടോ, തമിഴ്നാട്ടിലാണോ അതോ ആലപ്പുഴയിലാണോ എന്നതിലാണ് ഇപ്പോൾ ചോദ്യം ബാക്കിയുള്ളത്. അന്വേഷണ സംഘം ഇവർക്ക് പിന്നാലെ തന്നെയുണ്ട്. ഉടൻ പിടിയിലാകും എന്നാണ് നമ്മൾ കരുതുന്നത്.